അഭിനയത്തിന്റെ മാന്ത്രിക തികവിന് പുരസ്കാരം. ഇത് കേരളീയരുടെ അഭിമാന നിമിഷങ്ങളിലൊന്ന്. മമ്മൂട്ടി എന്ന നടന്റെ അഭിനയത്തെ മാന്ത്രികതയെന്നോ മായികതയെന്നോ വിശേഷിപ്പിക്കേണ്ടത് എന്ന വിസ്മയം തന്നെയാകാം ഭ്രമയുഗം കണ്ട 74ാമത് പുരസ്കാര നിർണയ സമിതിയെ ഭ്രമിപ്പിച്ച പ്രധാന സംശയം. ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റിയെയും ചാത്തനെയും വെള്ളിത്തിരയിൽ അവിസ്മരണീയമാക്കിയതിനാണ് മലയാളത്തിന്റെ മഹാനടനെ തേടി 4ാം തവണയും ദേശീയ അവാർഡ് എത്തിയിരിക്കുന്നത്. അഭിനേതാവിന്റെ വ്യക്തിപരമായ മാനരസങ്ങളും ശരീരഭാഷയും തീർത്തും മാറ്റിവെച്ച് കഥാപാത്രത്തിലേക്ക് പരകായ പ്രവേശം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ മിടുക്കിനാണ് ജൂറി 100-ൽ 100 മാർക്ക് നൽകിയത്. മലയാള ചലച്ചിത്ര ചരിത്രത്തിൽ 5 പതിറ്റാണ്ടിലേറെയായി നിറഞ്ഞു നിൽക്കുകയാണ് മമ്മൂട്ടി ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളുമായി ഒരു സാമ്യവുമില്ലാത്ത ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റി എന്ന പ്രതിനായക കഥാപാത്രത്തിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും ഇദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. അധികാരത്തോടുള്ള മനുഷ്യന്റെ ആർത്തിയെ സൂചിപ്പിക്കുന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടി തന്റെ വന്യമായ ചിരിയും ശൈലിയും കൊണ്ട് പ്രേക്ഷകരെ ഭയപ്പെടുത്തുകയും അതിശയിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം അവതരിപ്പിച്ച പ്രതിനായക വേഷങ്ങൾ അഭിനയ മികവിന്റെ മാത്രമല്ല പരീക്ഷണാത്മകതയുടെയും ഉദാഹരണങ്ങളാണ്. എന്നും സ്വയം പുതുക്കി പണിയുന്ന നടൻ എന്നതിലുപരി തീർത്തും നെഗറ്റീവായ കഥാപാത്രങ്ങൾ നായക നടന്റെ ഭാരഭേദങ്ങളില്ലാതെ ഏറ്റെടുക്കാൻ യാതൊരു മടിയുമില്ലാത്ത നടനാണ് മമ്മൂട്ടി. തന്റെ താരമൂല്യത്തെ ബാധിക്കുമെന്ന് തെല്ലും ഭയക്കാത്ത ക്രൂരവും സങ്കീർണവുമായ വില്ലൻ വേഷങ്ങൾ ഏറ്റെടുക്കാൻ അദ്ദേഹം കാണിച്ച ധൈര്യം തന്നെയാണ് മമ്മൂട്ടിയെ മറ്റു സൂപ്പർ താരങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നതും 75ാം വയസ്സിലും പുതുതലമുറയുടെ വരെ പ്രിയങ്കരനായ നടനാക്കി മാറ്റുന്നതും. 1951 സെപ്റ്റംബർ 7-ന് ആലപ്പുഴ ജില്ലയിലെ ചന്തിരൂർ എന്ന സ്ഥലത്ത് ഇസ്മായിലിന്റെയും ഫാത്തിമയുടെയും മൂത്ത മകനായി ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിലാണ് മമ്മൂട്ടി ജനിച്ചത്. എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിൽ പഠിച്ച് അഭിഭാഷകനായി പുറത്തിറങ്ങി. 2 വർഷം മഞ്ചേരിയിൽ അഭിഭാഷക ജോലിയിൽ ഏർപ്പെട്ട ശേഷം അഭിനയ രംഗത്ത് വേരുറപ്പിച്ചു. 80കളുടെ തുടക്കത്തിലാണ് മലയാള ചലച്ചിത്ര രംഗത്ത് ശ്രദ്ധേയനായത്. ഭാര്യ സുൽഫത്തും മകൾ സുറുമിയും പ്രശസ്ത നടൻ ദുൽഖർ സൽമാൻ മകനുമാണ്. 1971-ൽ പ്രദർശനത്തിനെത്തിയ അനുഭവങ്ങൾ പാളിച്ചകളാണ് മമ്മൂട്ടി അഭിനയിച്ച ആദ്യ ചിത്രം. തുടക്കത്തിൽ അപ്രധാനമായ വേഷങ്ങളായിരുന്നുവെങ്കിലും കഠിനാധ്വാനത്തിലൂടെ മലയാള സിനിമയിൽ സവിശേഷ സ്ഥാനം നേടിയെടുത്തു. KG ജോർജിന്റെ മേള എന്ന ചിത്രമാണ് മമ്മൂട്ടിയിലെ അഭിനേതാവിനെ ശ്രദ്ധേയനാക്കിയത്. യവനിക 1987-ൽ ജോഷി സംവിധാനം ചെയ്ത ന്യൂഡൽഹി എന്ന ചിത്രങ്ങളാണ് മമ്മൂട്ടിയുടെ താരമൂല്യം ഉയർത്തിയ ചിത്രങ്ങൾ. PA മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടി 50 വർഷത്തിലേറെ നീണ്ടു നിൽക്കുന്ന കരിയറിൽ 400-ലധികം ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ദേശീയ അന്തർദേശീയ അംഗീകാരം നേടുകയും ചെയ്തു. 3 ദേശീയ സിനിമാ അവാർഡുകൾ, 10 സംസ്ഥാന അവാർഡുകൾ, 12 തവണ ഫിലിംഫെയർ അവാർഡുകൾ ഉൾപ്പെടെ രാജ്യത്തെ മഹത്തായ സിവിലിയൻ പുരസ്കാരങ്ങളായ പത്മശ്രീ, പത്മഭൂഷൺ എന്നിവ ലഭിച്ച നടന്മാരിൽ ഒരാൾ കൂടിയാണ്.